എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. അപ്പം ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഇസ് ഫസ്റ്റ് ബഡ്ജറ്റ് സെഷൻ ഓഫ് ദ 18th ലോക്സഭ കൺക്ലൂഡ്സ് വിത്ത് റെക്കോർഡ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഇപ്രാവശ്യത്തെ ഇതിൽ നമുക്കറിയാം ബഡ്ജറ്റ് സെഷൻ ഉണ്ടായിരുന്നു. അതിൽ വഖഫ് ബില്ല് പാസ്സായി. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി വൈസ് ആണെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് അറ്റൻഡൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡേറ്റ വി വിൽ ലുക്ക് ഇൻ ടു. അതുപോലെ തന്നെ സെഷൻസ് ഓഫ് ദ പാർലമെൻറ്റ് എന്തൊക്കെയാണ്, പിന്നെ കുറച്ച് മോഷൻസും എല്ലാം നമ്മൾ നോക്കും. പിന്നെ ഇത് GS2 പൊളിറ്റി പാർലമെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണ് ഈ ന്യൂസ് വന്നേക്കുന്നത്. പിന്നെ ഉള്ളത് എ കേസ് ഫോർ ഗ്ലോബൽ സൗത്ത് ഇൻ സെക്യൂറിങ് യുക്രൈൻ പീസ്. അതായത് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്ലോബൽ നോർത്തും ഗ്ലോബൽ സൗത്തും ഉണ്ടല്ലേ. അപ്പോൾ ഗ്ലോബൽ നോർത്ത് എന്ന് പറയുന്നത് കുറച്ചുകൂടെ റിച്ചർ നേഷൻസ് ആണ്. ഇപ്പം USA അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ, പിന്നെ ആ ഒരു ഏരിയാസ് എന്ന് പറയുന്നത് എക്കണോമിക്കലി ആണെങ്കിലും എല്ലാം ഒന്ന് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസാണ്. ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത് അത്ര എക്കണോമിക്കലി ഡെവലപ്ഡ് അല്ലെങ്കിലും കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് പുവറർ ദാൻ ഗ്ലോബൽ നോർത്ത്. അപ്പം എങ്ങനെയാണ് ഗ്ലോബൽ സൗത്ത്, ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഒരു യുക്രൈൻ പീസിൽ പാർട്ടിക്ക് ചെയ്യുന്നതെന്നാണ് ഈ ഒരു എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് പീപ്പിൾ സ്റ്റിൽ വെയിറ്റിംഗ് ടു മൂവ് ഔട്ട് ഓഫ് ദ മാർജിൻസ്. ഇത് ബേസിക്കലി ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാരുടെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ വരുന്നത്. അവരുടെ സോഷ്യൽ എക്സ്ക്ലൂഷൻ ആകട്ടെ, എക്കണോമിക്കൽ എക്സ്ക്ലൂഷൻ ആകട്ടെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവരെ ഫോർവേഡ് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ പോകുന്നത്. അപ്പം GS2 സോഷ്യൽ ജസ്റ്റിസ് ജെൻഡർ എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ വരുന്നത്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ DNAയിൽ നമുക്ക് ഒത്തിരി ന്യൂസുകളൊന്നുമില്ല, ബട്ട് നമുക്ക് അറിയാവുന്ന ടോപ്പിക്സൊക്കെ തന്നെ ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ പറ്റും. പ്രിലിംസ് പെർസ്പെക്റ്റീവിലാണെങ്കിലും മെയിൻസ് പെർസ്പെക്റ്റീവിലാണെങ്കിലും. ഓക്കെ, പിന്നെ ഉള്ളത് നമുക്ക് പ്രിലിംസിലെ MCQs ആണ്, PYQs ആണ് എടുത്തേക്കുന്നത്. അപ്പം യു വിൽ ഹാവ് അൻ ഐഡിയ ഓഫ് എങ്ങനെയാണ് UPSC ചോദിക്കുന്നതിൻ്റെ പാറ്റേൺസൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ബഡ്ജറ്റ് സെഷൻ ഓഫ് ദ 18th ലോക്സഭ കൺക്ലൂഡ്സ് വിത്ത് റെക്കോർഡ് പ്രൊഡക്ടിവിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബഡ്ജറ്റ് സെഷൻ ഇതിൻ്റെ കോൺടെക്സ്റ്റ് എന്ന് പറയുന്നത് വിറ്റ്നസിങ് പാസേജ് ഓഫ് ദ 16 ബിൽസ് പാസ്സായി, ഇൻക്ലൂഡിംഗ് ദ കോൺട്രവേഴ്ഷ്യൽ വഖഫ് അമെൻമെൻറ്റ് ബിൽ. The session marked by significant debates and disruptions also saw historic productivity levels, with Lok Sabha operating at 118% and Rajya Sabha at 119% productivity. ഓക്കെ, അപ്പം കീ ഹൈലൈറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് സെഷൻ എന്താണ്? ഒന്ന്, ഹൈ പ്രൊഡക്ടിവിറ്റി ആണ്. ഓക്കെ, സെഷൻ റെക്കോർഡഡ് എ ഇംപ്രസീവ് ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി വിത്ത് രാജ്യസഭ കണ്ടക്ടിങ് ആൻ 17-hour കണ്ടിന്യൂസ് ഡിബേറ്റ് ആണ് ആൻഡ് ക്രൂഷ്യൽ ലെജിസ്ലേറ്റീവ് മാറ്റേഴ്സ്. പിന്നെ ലെജിസ്ലേറ്റീവ് അച്ചീവ്മെൻറ്റ്സ്, അതായത് ടോട്ടൽ ഓഫ് 16 ബിൽസ് പാസ് ചെയ്തു, അഡ്രസ്സിങ് വേരിയസ് ഗവർണൻസ് ആസ്പെക്ട്സ് ഇൻക്ലൂഡിംഗ് എൻഡോഴ്സ്മെൻറ്റ് ഫോർ ദ പ്രസിഡൻറ്റ്സ് റൂൾ ഇൻ മണിപ്പൂർ. ഓപ്പോസിഷൻ്റെ കൺസേൺസ് എന്തൊക്കെയായിരുന്നു? സെഷൻ വിറ്റ്നസ് ഡിസ്റപ്ഷൻസ് പെർട്ടിക്കുലർലി ഓവർ സുപ്രീം കോർട്ട്സ് റൂളിംഗ് ഓൺ ടൈൻറ്റഡ് അപ്പോയിൻമെൻറ്റ്സ് ഇൻ വെസ്റ്റ് ബംഗാൾ ആൻഡ് ഡിമാൻഡ്സ് ഫോർ ഡിസ്കഷൻ ഓൺ ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഇലക്ടറൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്സ്. പിന്നെ പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്റേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. കിരൺ റിജിജു hailed the session as a success, emphasizing that it ensured parliamentary decorum, collaboration and legislative rigor. ഓക്കെ, അപ്പോൾ പിന്നെ സെഷൻസ് ഓഫ് ദ പാർലമെൻറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. UPSC പെർസ്പെക്റ്റീവിലാണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ്, അതായത് ആർട്ടിക്കിൾ 85 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്രാൻസ് എ പ്രസിഡൻറ്റ് അതോറിറ്റി ടു സമൺ പാർലമെൻറ്റ് ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പാർലമെൻ്ററി അഫയേഴ്സ്. പിന്നെ ഇതിനൊരു ഫിക്സ്ഡ് കലണ്ടർ ഇല്ല സെഷൻസിന്, അതായത് അൺലൈക്ക് സം ഡെമോക്രസീസ് ഇന്ത്യ ഡസ് നോട്ട് ഹാവ് എ ഫിക്സ്ഡ് പാർലമെൻ്ററി കലണ്ടർ. അപ്പോൾ ഇത് 3 സെഷൻസ് ആയിട്ടാണ് ഒരു വർഷം ഇന്ത്യയിൽ പാർലമെൻ്ററി സെഷൻസ് നടക്കുന്നത്. ഒന്ന് ബഡ്ജറ്റ് സെഷനാണ്, ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ഫ്രം ജാനുവരി ടു ഏപ്രിൽ ആണ്. പിന്നെ സെഷൻ വിറ്റ്നസസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ബഡ്ജറ്റ് ബൈ ദ ഫൈനാൻസ് മിനിസ്റ്റർ. പിന്നെ ഉള്ളത് മൺസൂൺ സെഷനാണ്. മൺസൂൺ സെഷൻ ഈസ് കണ്ടക്റ്റഡ് ഫ്രം ജൂലൈ ടു സെപ്റ്റംബർ. അപ്പോൾ നമുക്കറിയാം മഴക്കാലമാണ്, അപ്പോൾ അതുകൊണ്ടാണ് ആ പേര് വരുന്നത്. പിന്നെ ബഡ്ജറ്റ് സെഷൻ, ബഡ്ജറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെഷൻ ആയതുകൊണ്ടാണ് ബഡ്ജറ്റ് സെഷൻ എന്ന് പേര് വരുന്നത്. അപ്പോൾ മൺസൂൺ സെഷൻ ഈസ് ഡെഡിക്കേറ്റഡ് ഫോർ ഡിസ്കഷൻസ് ഓൺ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ്. പിന്നെ വിൻ്റർ സെഷനാണ്, അത് ഷോർട്ടസ്റ്റ് സെഷനാണ്. ഓക്കെ, ലോങ്ങസ്റ്റ് സെഷൻ ഈസ് ബഡ്ജറ്റ് സെഷൻ. പിന്നെ ഉള്ളത് വിൻ്റർ സെഷനാണ്. ഇറ്റ്സ് കണ്ടക്റ്റഡ് ഫ്രം ഡിസംബർ ടു ജാനുവരി. ദിസ് ഈസ് ദ ഷോർട്ടസ്റ്റ് സെഷൻ.
ഓക്കെ, ഇപ്പോൾ സമ്മണിങ് ആൻഡ് അഡ്ജോൺമെൻറ്റ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സമ്മണിങ് എന്ന് പറയുന്നത് ദ പ്രോസസ് ബൈ വിച്ച് ഓൾ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെൻറ്റ് ആർ കോൾഡ് ടു മീറ്റ്. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 സെഷൻസ് കനോട്ട് എക്സീഡ് 6 months. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഗ്യാപ്പ് ബിറ്റ്വീൻ നമുക്ക് എങ്ങനെ പോയാലും ഒരു വർഷം 2 സെഷൻസ് മാൻഡേറ്ററി ആയിട്ട് നടത്തണം. എൻഷുറിങ് പാർലമെൻറ്റ് കൺവീൻസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഇയർ. പിന്നെ അഡ്ജോൺമെൻ്റ് ആണ് എ ടെമ്പററി സസ്പെൻഷൻ ഓഫ് എ സിറ്റിംഗ് വിച്ച് ക്യാൻ ലാസ്റ്റ് hours, days or weeks. If the session ends without a specified date for reassembly, it is termed as adjournment sine die. ഓക്കെ, പിന്നെ പ്രൊറോഗേഷൻ ആൻഡ് ക്വാറം എന്താണെന്ന് അറിഞ്ഞിരിക്കുക. പ്രൊറോഗേഷൻ എന്ന് പറയുന്നത് ഫോമൽ എൻഡ് ഓഫ് പാർലമെൻ്ററി സെഷൻ ആണ്. ദ പീരീഡ് ബിറ്റ്വീൻ പ്രൊറോഗേഷൻ ആൻഡ് ദ നെക്സ്റ്റ് സമ്മണിങ് ഈസ് കോൾഡ് എ റീസസ്. ക്വാറം എന്ന് പറയുന്നത് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് റിക്വയർഡ്. അതായത് ഇപ്പോൾ ലോക്സഭയിൽ നമ്മൾ സെഷൻ കണ്ടക്ട് ചെയ്യണമെങ്കിൽ മിനിമം 1/10 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് അവിടെ വേണം. ഇപ്പം രാജ്യസഭയിലാണെങ്കിലും സെയിം ആണ്. അപ്പം ആ 1/10 അല്ലെങ്കിൽ 10% എന്നുള്ള ഉദ്ദേശിക്കുന്നതാണ് ക്വാറം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 10 പേരുണ്ടെങ്കിൽ അതിൽ ഒരാളെങ്കിലും വേണം. അതൊരു ഐഡിയ പറഞ്ഞതാണ്. ലോക്സഭയിൽ 55 മെമ്പേഴ്സ് വേണം, രാജ്യസഭയിൽ 25 മെമ്പേഴ്സാണ് വേണ്ടത്. ഓക്കെ, കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുമ്പോഴേക്കും ദ ഫസ്റ്റ് ബഡ്ജറ്റ് സെഷൻ ഓഫ് ദ 18th ലോക്സഭ സെറ്റ് ന്യൂ ബെഞ്ച് മാർക്സ് ഫോർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി വൈൽ ഹൈ എഫിഷ്യൻസി വാസ് അച്ചീവ്ഡ്. ഒപ്പോസിഷൻ കൺസേൺസ് ഓവർ ലിമിറ്റഡ് ഡിബേറ്റ് ഓപ്പർച്യൂണിറ്റീസ് highlight the need for a balanced parliamentary approach. Understanding parliamentary procedures, including summoning, adjournment, and quorum requirements, is essential for comprehending the broader democratic process in India. As legislative sessions continue to evolve, ensuring active participation, inclusivity, and structured debate remains paramount for strengthening India's parliamentary democracy. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ന്യൂസിലോട്ട് നമ്മൾ പോവാണ്. നെക്സ്റ്റ് ന്യൂസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു ഗ്ലോബൽ സൗത്ത് എങ്ങനെ ഇപ്പോൾ ഉള്ള കറണ്ട് വാർ ക്രൈസിസ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഏരിയാസിൽ എങ്ങനെ ഒരു പ്ലെയർ ആകും എന്നുള്ളതാണ്. അപ്പോൾ കോൺടെക്സ്റ്റ് എന്ന് വെച്ചാൽ ദ വാർ ഇൻ യുക്രൈൻ ഹാസ് റീച്ച്ഡ് എ ഫ്രജൈൽ സീസ് ഫയർ ബട്ട് ലോങ് ടേം പീസ് റിമെയിൻസ് അൺസർട്ടൺ. While Western leaders propose a European-led peacekeeping force, challenges arise due to NATO's involvement and Russia's stance. The global south, nations from Africa, Asia, and Latin America, can provide an alternative peacekeeping approach under United Nations. Okay. അപ്പോൾ പേൾസ് ഓഫ് യൂറോപ്യൻ ലെഡ് പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ എന്താണ്? ഒന്ന്, ജിയോ പൊളിറ്റിക്കൽ ബയസസ് ഉണ്ട് യൂറോപ്യൻസിന്. അതായത് യൂറോപ്യൻ നേഷൻസ് എസ്പെഷ്യലി നാറ്റോ മെമ്പേഴ്സ് ഹാവ് ഡയറക്റ്റ് സ്ട്രാറ്റജിക് സ്റ്റേക്സ് ഇൻ ഉക്രൈൻ. നമുക്കറിയാം നാറ്റോ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രി അല്ലെങ്കിൽ നാറ്റോനെ സപ്പോർട്ട് ചെയ്യുന്ന കൺട്രിയാണ് ഉക്രൈൻ. ഓക്കെ, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഒരു ബയസസ് അവിടെ വരും. പിന്നെ റഷ്യൻ ഓപ്പോസിഷൻ മോസ്കോ പെർസീവ്സ് യൂറോപ്യൻ ട്രൂപ്സ് ആസ് അഡ്വേഴ്സ്യൽ, റെഡ്യൂസിങ് ദ ക്രെഡിബിലിറ്റി ഓഫ് എ പീസ് കീപ്പിംഗ് മെഷീൻ. പിന്നെ പബ്ലിക് ഒപ്പീനിയൻ, മെനി യൂറോപ്യൻ സിറ്റിസൺസ് ആർ അഗെയിൻസ്റ്റ് ഡയറക്റ്റ് മിലിറ്ററി ഇൻവോൾവ്മെൻറ്റ് ഇൻ യുക്രൈൻ വിച്ച് ക്യാൻ ഹിൻഡർ പീസ് എഫേർട്സ്. പിന്നെ നമുക്കറിയാം ഇതൊരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ആണല്ലേ. അപ്പം ഈ ഒരു മീം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. നാറ്റോ അക്കോർഡിംഗ് ടു റഷ്യയുടെ കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ നാറ്റോയിലുള്ള നേഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് US ആണ്. ബ്രിട്ടീഷുകാരൻ നോക്കുന്ന അല്ലെങ്കിൽ UK പെർസ്പെക്റ്റീവിൽ US ആൻഡ് UK ആർ ലീഡിങ് നാറ്റോ. ബട്ട് റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? US കൺട്രോൾഡ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് നാറ്റോ എന്ന് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസിൻ്റെ കേസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ കൺസെപ്റ്റിൽ നാറ്റോ എന്ന് പറയുന്നത് സോൾലി ഇറ്റ്സ് എൻ ഓർഗനൈസേഷൻ ബൈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. യൂറോപ്പിൻ്റെ കേസിൽ യൂറോപ്പ് തിങ്സ് ദാറ്റ് US-ഉം യൂറോപ്പും തമ്മിലുള്ളൊരു കൊളാബറേഷൻ ആണെന്നാണ്. പിന്നെ നമുക്കറിയാം ചൈനയുടെ കേസിൽ ഇറ്റ് തിങ്സ് ദാറ്റ് അങ്കിൾ സാം ഇസ് കമ്മിങ് ടു വാർ. ഓക്കെ, ഈ ഒരു ഐക്കൺ കണ്ടോ? ഐക്കണെയാണ് അങ്കിൾ സാം എന്ന് പറയുന്നത്. US-നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഫിഗറാണ്. ഓക്കെ, പിന്നെ ഗ്ലോബൽ സൗത്ത് ആസ് ന്യൂട്രൽ മീഡിയേറ്റർ. ഓക്കെ, നോൺ അലൈൻഡ് സ്റ്റാൻസ് ആണ്. അൺലൈക്ക് നാറ്റോ, കൺട്രീസ് ഇൻ ദ ഗ്ലോബൽ സൗത്ത് ഹാവ് ലാർജ്ലി മെയിൻറ്റെയിൻ ന്യൂട്രാലിറ്റി ഇൻ ദ റഷ്യ-ഉക്രൈൻ കോൺഫ്ലിക്റ്റ്. Experience in peacekeeping. Countries like India, Brazil, South Africa and Indonesia have a history of UN peacekeeping missions in volatile regions. India's contributions അറിഞ്ഞിരിക്കുക. Over 290,000 Indian peacekeepers have served in more than 50 UN missions. India was the first to deploy an all-woman peacekeeping contingent. പിന്നെ India remains the highest troop contributing country to
UN മിഷൻസ്. പിന്നെ ബ്രിക്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ DNA അനാലിസിസിലെല്ലാം നമ്മൾ നോക്കിയ ഒരു ഓർഗനൈസേഷനാണ്. ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ചൈന, a UN Security Council member can offer diplomatic and logistical support. ഓക്കെ, പ്രീ കണ്ടീഷൻസ് ഫോർ എ സക്സസ്ഫുൾ പീസ് കീപ്പിംഗ് മിഷൻ എന്താണ്? ഒന്ന്, UN മാൻഡേറ്റ്. അതായത് എ പീസ് കീപ്പിംഗ് ഫോഴ്സ് മസ്റ്റ് ഹാവ് എ UN ലെജിറ്റിമസി റാദർ ദാൻ യൂണിലാറ്ററൽ റീജിയണൽ ബാക്കിംഗ്. സെക്യൂരിറ്റി ഗ്യാരണ്ടീസ്. റഷ്യ ആൻഡ് യുക്രൈൻ മസ്റ്റ് ബോത്ത് അഗ്രി ടു ദ ഡിപ്ലോയ്മെൻറ്റ്. പിന്നെ ക്ലിയർ ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ദ മിഷൻ ഷുഡ് ഫോക്കസ് ഓൺ സീസ് ഫയർ എൻഫോഴ്സ്മെൻറ്റ്, ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആൻഡ് ഡീമിലിറ്ററൈസ്ഡ് സോൺസ്. ഇംപാർഷ്യൽ ലീഡർഷിപ്പ്. The force should be led by nations that are not directly involved in the conflict. ഓക്കെ, പിന്നെ ഇവിടെ ഞാനൊരു മീം ആഡ് ചെയ്തിട്ടുണ്ട്. യുക്രൈൻ സോൾജേഴ്സൊക്കെ സപ്പോർട്ട് ചോദിച്ചു വരുമ്പോഴേക്കും യുണൈറ്റഡ് നേഷൻസ് ആക്ച്വലി ഇൻ എ വേ വലിയ എഫേർട്ടൊന്നും എടുത്തില്ല. സ്റ്റിൽ വാർ ഈസ് ഗോയിങ് ഓൺ. ഓക്കെ, പിന്നെ ബ്രോഡർ ഡിപ്ലോമാറ്റിക് ഇമ്പെരറ്റീവ് എന്താണ്? UN ലെഡ് പീസ് കീപ്പിംഗ് മിഷൻ allows Global South to play a proactive role in global conflict resolution. It provides an opportunity to reshape international power dynamics by reducing over-reliance on Western interventions. The initiative strengthens the Global South's position in global diplomacy and multilateral negotiation. Okay, ഇതിന് നമ്മൾ കൺക്ലൂഷൻ കൊടുക്കുകയാണെങ്കിൽ the Ukraine war presents a chance for the Global South to emerge as a credible and neutral stabilizing force in global affairs. A peacekeeping force led by non-aligned nations under UN oversight must ensure an impartial and effective resolution. India, along with other BRICS and Global South nations, must take a leadership role in shaping global stability and security through diplomatic engagement and peacekeeping efforts. Okay. Next and last news എന്ന് പറയുന്നത് a people still waiting to move out of the margins. ഓക്കെ, എൻ്റെ കോൺടാക്ട്സ് എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ട്രാൻസ്ജെൻഡർ ഡേ ഓഫ് വിസിബിലിറ്റി അത് March 31 ഒബ്സർവ് ചെയ്തത്. അത് ഹൈലൈറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. പെർസിസ്റ്റൻറ്റ് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ട്രാൻസ്ജെൻഡർ ഇൻഡിവിജ്വൽസ് ഡിസ്പൈറ്റ് ലീഗൽ അഡ്വാൻസ്മെൻറ്റ്സ്. അതായത് ലീഗലി ഇവർക്ക് പ്രൊട്ടക്ഷൻസ് കൊടുക്കുന്നുണ്ടെങ്കിലും ഗ്രൗണ്ട് റിയാലിറ്റിയിൽ അത് അവർക്ക് ഹെൽപ്ഫുൾ ആകുന്നില്ല. ദ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 2019 എയിംസ് ടു പ്രൊവൈഡ് റെക്കഗ്നീഷൻ ആൻഡ് റൈറ്റ്സ്, യെറ്റ് സിസ്റ്റമാറ്റിക് ബാരിയേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ, employment and healthcare continue to hinder inclusion. Addressing these disparities requires strong policy implementation, social awareness and economic empowerment measures. അപ്പോൾ ലീഗൽ റെക്കഗ്നീഷനും ഗ്രൗണ്ട് റിയാലിറ്റിയും ഒരു ഇഷ്യൂ ആണ്. അതായത് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രൊവൈഡ്സ് ലീഗൽ റെക്കഗ്നീഷൻ. പക്ഷേ ബ്യൂറോക്രാറ്റിക് സർട്ടിഫിക്കേഷൻ പ്രോസസ്സിൽ ഡിലേ വരുന്നുണ്ട്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ വരുന്നുണ്ട്. അതായത് ആസ് ഓഫ് December 2023, only 15,800 identity certificates were issued of 24,115 applications, indicating administrative inefficiencies. Economic challenges remain due to discrimination in employment and entrepreneurship opportunities. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് മെയിൻസിൽ ചോദ്യം വരുവാണെങ്കിൽ യു ക്യാൻ ക്രിയേറ്റ് എ ഫിഗർ ലൈക്ക് ദിസ്. പ്രോബ്ലംസ് ഓഫ് ട്രാൻസ്ജെൻഡർ എന്നിടുക, എന്നിട്ട് ഇവിടെ എക്കണോമിക് ആൻഡ് ഹെൽത്ത് പ്രോബ്ലംസ്, പിന്നെ ലീഗൽ പ്രോബ്ലംസ്, പൊളിറ്റിക്കൽ പ്രോബ്ലംസ്, സോഷ്യൽ പ്രോബ്ലംസ്, എന്നിട്ട് ഇത് ഓരോന്ന് വീതം നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് മെയിൻസ് ആൻസർ റൈറ്റിംഗ് കൊണ്ടുപോകാം. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ചാലഞ്ചസ് എന്താണ്? ഒന്ന്, ട്രാൻസ്ജെൻഡർ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഈസ് റിപ്പോർട്ടഡ് ടു ബി ആസ് ഹൈ ആസ് 48% compared to the national average of 7 to 8%. Workplace discrimination, lack of gender neutral facilities and hiring biases persist despite efforts by some companies. Financial exclusion continues despite policy measures like Finance Ministry's clarification on joint bank accounts with LGBTQ individuals. അപ്പം ഇങ്ങനെ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ നമുക്കിത് ആഡ് ചെയ്യാം. അതായത് ടാറ്റ സ്റ്റീൽ സെറ്റ് ടു ഹയർ അറ്റ്ലീസ്റ്റ് 50 ട്രാൻസ്ജെൻഡർ പേഴ്സൺസ്. പിന്നെ പബ്ലിസിസ്റ്റ് സേപ്പിയൻ ടു ഹയർ ട്രാൻസ് വർക്കേഴ്സ് അക്രോസ് വേരിയസ് ഫീൽഡ്സ്. ESL Seals plans to hire transgender employees in administration and security functions. അങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ചില ഗുഡ് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ബൈ പ്രൈവറ്റ് എൻറ്റിറ്റീസ് നിങ്ങൾക്ക് വേണേൽ ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ബാരിയേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. ഒന്ന്, 2011 സെൻസസ് ഡേറ്റ ഷോഡ് എ ട്രാൻസ്ജെൻഡർ ലിറ്ററസി റേറ്റ് ഓഫ് 56.1%, much lower than the national average of 74.04%. Discrimination and bullying contribute to higher dropout rates, as seen in Kerala, where 58% of transgender students discontinue
എഡ്യൂക്കേഷൻ. പിന്നെ ഹെൽത്ത് കെയർ ചാലഞ്ചസ് ഇൻക്ലൂഡ് ലിമിറ്റഡ് ട്രാൻസ്ജെൻഡർ സ്പെസിഫിക് മെഡിക്കൽ സർവീസസ്, ലാക്ക് ഓഫ് ട്രെയിൻഡ് പ്രൊഫഷണൽസ് ആൻഡ് ഇൻഅഡിക്വേറ്റ് ഇൻഷുറൻസ് കവറേജ്. പിന്നെ ആയുഷ്മാൻ ഭാരതിലെ TG+ കാർഡ് ഓഫേഴ്സ് ലിമിറ്റഡ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് അബൌട്ട് 2 to 5 lakhs മാത്രമേ ഉള്ളൂ, ബട്ട് സഫേഴ്സ് ഫ്രം പുവർ ഇംപ്ലിമെൻറ്റേഷൻ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ഒരു എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തതാണ് ഓരോ LGBTQ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ പീപ്പിളിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മാനിഫെസ്റ്റോസ് ബൈ ഡിഫറെൻറ്റ് പാർട്ടീസാണ്. യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. ഇപ്പം BJPയുടെ കേസിലാണെങ്കിൽ നാഷണൽ ID കാർഡ്സ് ഫോർ ട്രാൻസ്ജെൻഡർ പീപ്പിൾ, ആക്സസ് ടു പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ INCയുടെ കേസിലാണെങ്കിൽ എ ന്യൂ ലോ ടു റെക്കഗ്നൈസ് സെയിം സെക്സ് സിവിൽ യൂണിയൻസ്, ലീഗലൈസിങ് ഡിസ്ക്രിമിനേഷൻ ഓർ സെക്ഷൽ ഓറിയൻറ്റേഷൻ. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേസിൽ ലീഗൽ റെക്കഗ്നേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് സെയിം സെക്സ് കപ്പിൾസ് സിമിലർ ടു മാരേജ്. പിന്നെ ആൻറ്റി ഡിസ്ക്രിമിനേഷനറി ബില്ല് കൊണ്ടുവരും എന്ന് പറഞ്ഞു. പിന്നെ റിസർവേഷൻ ഇൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഹൊറിസോണ്ടൽ റിസർവേഷൻ ഇൻ ജോബ്സ്. പിന്നെ നാഷണൽ കോൺഗ്രസ് പാർട്ടി SP-യുടെ കേസിലാണ് ലീഗലൈസിങ് സെയിം സെക്സ് മാരേജസ് ആൻഡ് അഡോപ്ഷൻ, ബെറ്റർ ആക്സസ് ടു ഹെൽത്ത് കെയർ സർവീസസ്, ന്യൂ ലോ ഫോർ ഹെയ്റ്റ് ക്രൈംസ് അഗെയിൻസ്റ്റ് LGBTQ കമ്മ്യൂണിറ്റി, പിന്നെ പോളിസി ടു ടാക്കിൾ ഡിസ്ക്രിമിനേഷൻ, ഹറാസ്മെൻറ്റ് ആൻഡ് ബുള്ളിങ്. അങ്ങനെയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ സ്റ്റെപ്സ് ടു മെയിൻ സ്ട്രീം ഇൻക്ലൂഷൻ പോളിസി ഇംപ്ലിമെൻറ്റേഷൻ്റെ കേസിലാണെങ്കിൽ സ്ട്രെങ്തനിങ് ആൻറ്റി ഡിസ്ക്രിമിനേഷൻ ലോസ്, വർക്ക് പ്ലേസ് ഇൻക്ലൂഷൻ പോളിസീസ് ആൻഡ് ഫൈനാൻഷ്യൽ സപ്പോർട്ട് സ്കീംസ്. പിന്നെ എഡ്യൂക്കേഷണൽ റിഫോംസ്, സ്ട്രെങ്തനിങ് ജെൻഡർ സെൻസിറ്റീവ് കരിക്കുല, പ്രൊവൈഡിങ് ഇൻക്ലൂസീവ് ലേണിംഗ് സ്പേസസ് ആൻഡ് ഓഫറിംഗ് ടാർഗറ്റഡ് സ്കോളർഷിപ്സ്. പിന്നെ ഹെൽത്ത് കെയർ ഇംപ്രൂവ്മെൻറ്റ്സ്, എസ്റ്റാബ്ലിഷിംഗ് ഡെഡിക്കേറ്റഡ് ട്രാൻസ്ജെൻഡർ ഹെൽത്ത് കെയർ ക്ലിനിക്സ്, mental health support systems and increasing insurance coverage. Social awareness campaigns, media representation, gender sensitization in schools and workplaces, and advocacy through events like Tamil Nadu's Kuvagam Festival. Okay, പിന്നെ എക്കണോമിക് ഓപ്പർച്യൂണിറ്റി, ഇത് എക്സാമ്പിളായിട്ട് എടുക്കാം, നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, പിന്നെ പ്രൊമോട്ടിംഗ് ട്രാൻസ്ജെൻഡർ ഓൺടർപ്രണർഷിപ്പ്, സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഹയറിംഗ് ഇനിഷ്യേറ്റീവ്സ്. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, വേ ഫോർവേഡായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പം ഇങ്ങനത്തെ ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഇതൊക്കെ വരുമ്പോഴേക്ക് യു ഷുഡിൻ ബി തിങ്കിങ് ഇൻ എ പെർസ്പെക്റ്റീവ് ഓഫ് ആൻ ആക്ടിവിസ്റ്റ്. അത് നമ്മളൊരു എക്സാം എഴുതുവാണ്. അപ്പോൾ ആ എക്സാമിൻ്റെ പെർസ്പെക്റ്റീവിൽ എന്തൊക്കെ ആസ് എ ബ്യൂറോക്രാറ്റ് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ന ലോസ് ഉണ്ട്, ഇന്ന ആർട്ടിക്കിൾ പ്രകാരം ആർട്ടിക്കിൾ 21 നമുക്ക് അവിടെ കൊടുക്കാം, റൈറ്റ് ടു ലൈഫ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കോട്ട് ചെയ്തിട്ട് വേണം ആ ഒരു ആൻസർ സ്ട്രക്ചർ ചെയ്യാൻ. ഓക്കെ, കൺക്ലൂഷൻ. അച്ചീവിംഗ് ട്രൂ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻക്ലൂഷൻ ഫോർ ട്രാൻസ്ജെൻഡർ ഇൻഡിവിജ്വൽസ് ഇൻ ഇന്ത്യ റിക്വയർസ് എ മൾട്ടി-pronged അപ്രോച്ച് കമ്പൈനിങ് ലീഗൽ റിഫോംസ്, policy implementation and societal sensitization and financial improvement. Governments, businesses and communities must collaborate to dismantle systemic barriers and ensure dignity and equal opportunities for all. Okay, ഇനി നമ്മൾ നോക്കുന്ന കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ട്രാൻസ്ജെൻഡേഴ്സ് ആർ ലീഗലി എൻടൈറ്റിൽഡ് ടു അവെയിൽ അബോർഷൻ സർവീസസ്. Second is gender sensitization and internal complaints committee include queer, non-binary lawyers. Transgenders are exempted from the Ayushman Bharat scheme. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. A 1 and 2, B 2 and 3, C is 1 and 3, D is 1, 2 and 3. Okay, answer is A 1 and 2 ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ട്രാൻസ്ജെൻഡേഴ്സ് ആർ ലീഗലി എൻടൈറ്റിൽഡ് ടു അവൈൽ അബോർഷൻ സർവീസസ്. ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് ഇൻറ്റേർണൽ കംപ്ലയിൻസ് കമ്മിറ്റി ഇൻക്ലൂഡ് ക്വയർ, നോൺ ബൈനറി ലോയേഴ്സ്. പിന്നെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എക്സ്പാൻഡഡ് ദ ആംബിറ്റ് ഓഫ് ആയുഷ്മാൻ ഭാരത്. ഇറ്റ് ഇൻക്ലൂഡഡ് ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് ത്രൂ TG+ കാർഡ്. നമ്മൾ അത് ഡിസ്കസ് ചെയ്തായിരുന്നു. വിച്ച് എൻടൈറ്റിൽസ് ദം ടു ഹെൽത്ത്. ഓക്കെ, നെക്സ്റ്റ് പ്രിലിംസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിത്ത് റെഫറൻസ് ടു പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. പ്രൊറോഗേഷൻ ഓഫ് എ ഹൗസ് ബൈ ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഡസ് നോട്ട് റിക്വയർ ദ അഡ്വൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. പിന്നെ പ്രൊറോഗേഷൻ ഓഫ് എ ഹൗസ് ഈസ് ജനറലി ഡൺ ആഫ്റ്റർ ഹൗസ് ഈസ് അഡ്ജോൺ സിനിഡേ, ബട്ട് ദർ ഈസ് നോ ബാർ ടു ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ പ്രൊറോഗേറ്റിംഗ് ദ ഹൗസ് വിച്ച് ഈസ് ഇൻ സെഷൻ. Dissolution of the Lok Sabha is done by the President of India, who, save in exceptional circumstances, does so on the advice of the Council of Ministers. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. A is 1 only, B is 1 and 2, C is 2 and 3, D is 3 only. പിന്നെ ആൻസർ C ആണ്.
അതായത് 2 and 3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ്. കാരണം എന്താണ്? അണ്ടർ ആർട്ടിക്കിൾ 85(2) ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ പ്രസിഡൻറ്റ് മേ ഫ്രം ടൈം ടു ടൈം പ്രൊറോഗ് ദ ഹൗസസ് ഓർ എയ്തർ ഹൗസ് ഓഫ് പാർലമെൻറ്റ് the termination of a session of the House by an order of the President under the above constitutional provisions is called prorogation. The President exercises this power of prorogation of the House only on the recommendation of the Prime Minister of the Cabinet, that is Council of Ministers. ഓക്കെ, അത് ഓർത്തിരിക്കുക. നമ്മൾ പ്രൊറോഗേഷൻ എന്താണെന്ന് നമ്മൾ നോക്കിയിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്തുകൊണ്ടാണ് കറക്റ്റാണ്? പ്രൊറോഗേഷൻ നോർമലി ഫോളോസ് അഡ്ജോർൺമെൻറ്റ് ഓഫ് ദ സിറ്റിംഗ് ഓഫ് ദ ഹൗസ് സിനിഡൈ. The time lag between adjournment of the House in a day and its prorogation is generally 2 to 4 days. However, the President can also prorogue the House while in session. Third statement, correct and reason, the President of India can dissolve the Lok Sabha before expiry of its term on the advice of the Union Council of Ministers. Okay, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ DNA ഉണ്ടായിരുന്നത്. വളരെ നമുക്ക് ലിമിറ്റഡ് നമ്പർ ഓഫ് ന്യൂസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കൂടുതലുമൊക്കെ ഇപ്പം പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് വന്നത്. അപ്പോൾ അതിൽ UPSC പെർസ്പെക്റ്റീവിൽ കുറച്ച് ന്യൂസ് നമ്മൾ എടുത്തതേ ഉള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.